ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 4 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഡിസേർട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് ബ്രെഡ് എടുത്തിട്ട് നമ്മുടെ അതിൻ്റെ ബ്രൗൺ എഡ്ജസൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഒരു 4-5 പീസസ് ബ്രെഡ് മതിയാവും. ഒരു ബൗളിലാണ് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. കുറച്ച് പാലിലേക്ക് കുറച്ചധികം പഞ്ചസാര മിക്സ് ചെയ്യാം. അതിനുശേഷം കാഷ്യൂനട്ട് ഇങ്ങനെ കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എനിക്ക് കാണിക്കുന്നത്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക്, ഇത് നമ്മുടെ മിൽക്ക് മെയ്ഡ് എന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട്സ് ഒരു 5-6 ഉണ്ടാവും. ഇത് ഓപ്ഷണലാണ് കേട്ടോ, ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം. അതുപോലെ തന്നെ നമ്മുടെ ബ്രൗൺ പാർട്സൊക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡാണ്, ഒരു 5-6 ഉണ്ടാവും. മിൽക്ക്, അതിൽ ഷുഗർ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന, അപ്പോൾ അതൊരു 1/2 കപ്പ് ഓഫ് മിൽക്ക് ഉണ്ട്. അതുപോലെ ബൂസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ചോക്ലേറ്റ് ബിസ്ക്കറ്റ്സ് എന്തെങ്കിലും പൊടിച്ച് അങ്ങനെ ഒരു മിക്സാണത്. ഇനി നമുക്ക് പ്രിപ്പറേഷൻ ആട്ടോ കാണിക്കുന്നത്. നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയൊരു ബൗൾ എടുക്കുക. അതിലേക്ക് നമ്മൾ ബ്രെഡ് ഒരു ബേസ് കോട്ടായിട്ട് വെക്കുകയാണ്. എന്നിട്ട് വെച്ചിട്ട് അത് സോക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പാല്, അത് നമ്മൾ മിക്സ് ചെയ്ത് നേരത്തെ വെച്ചിരിക്കുന്ന പാലാണ്. അത് നമ്മുടെ ആവശ്യാനുസരണം ആ ബ്രെഡ് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ബ്രെഡ് സോക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മിൽക്ക് മാത്രം ചേർക്കുക. ഓവറായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബൗളിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ മിൽക്കിൻ്റെ പാട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ പിന്നീട് ചേർക്കേണ്ടത് നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കാണ്. അത് നിങ്ങൾക്ക് ആവശ്യാനുസരണം ചേർക്കാം, ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച്. അടുത്തതായിട്ട് ബൂസ്റ്റ് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ചോക്ലേറ്റ് പൗഡർ ആഡ് ചെയ്യാം. ഇത് കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, ഈ വെക്കേഷനിൽ നമുക്ക് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഈ ചോക്ലേറ്റ് പൗഡർ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് സ്പ്രെഡ് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ മിൽക്ക് ഒഴിക്കുകയാണ്. അതൊന്നും കൂടി വെറ്റാവാൻ വേണ്ടി, എന്നാലും നമുക്ക് ആ സോഫ്റ്റ്നെസ് കിട്ടുള്ളൂ. ഇത് നമ്മുടെ ചാനലിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അങ്ങനെ വെയിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിലേക്ക് നമുക്ക് കാഷ്യൂ നട്ട്സ് ആഡ് ചെയ്യാം. കാഷ്യൂ നട്ട്സ് നമുക്ക് മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു, കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നൊരു ഡെസേർട്ടാണ്. ഇങ്ങനെ നമുക്ക് എത്ര ലെയർ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. ഇതിന് ശേഷം ബ്രെഡ്, അടുത്തൊരു ലെയറായിട്ടൊരു ബ്രെഡ് വയ്ക്കുക. പിന്നെ നമ്മുടെ സെയിം പ്രോസസ്സ് തന്നെ നമ്മൾ കണ്ടിന്യൂ ആണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ലാസ്റ്റ് ലെയറാണ്. അപ്പോൾ ആ ബൗളിൻ്റെ ഷേപ്പ് ഒരു റൗണ്ട് ഷേപ്പ് ആയത് കാരണം ഞാനൊരു ബ്രെഡ് വെച്ച് അതിനകത്ത് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എപ്പോഴും ബ്രെഡ് മിൽക്ക് കൊണ്ട് വെറ്റായിരിക്കണം. അപ്പോഴും മിൽക്ക് കൂടിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. മിൽക്ക് മെയ്ഡാണ് അടുത്തതായിട്ട് ചേർക്കുന്നത്. അതും നമുക്ക് ആവശ്യാനുസരണം ചേർക്കാം, അതിന് ഇത്ര ക്വാണ്ടിറ്റി ഒന്നുമില്ല. ശേഷം നമുക്ക് ബൂസ്റ്റ് അല്ലെങ്കിൽ ചോക്ലേറ്റ് പൗഡർ അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മിൽക്ക് മെയ്ഡ് വെച്ചിട്ട് ടോപ്പ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അതെനിക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ചെയ്യാം കേട്ടോ. ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയാണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് കാഷ്യൂ നട്ട്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റി നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ചോക്ലേറ്റ് ബൗൾ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന, ഒരു 5 മിനിറ്റിൽ ചെയ്തെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ മസ്റ്റ് ട്രൈ ആണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.